നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ദ ഗേറ്റ് മിനിസ്ട്രീസ് എന്ന ആത്മിക പ്രസ്ഥാനം കേരളക്കരയിൽ തുടങ്ങിയിട്ട് ചില വർഷങ്ങളായി. അത് മുന്നോട്ട് പോകുന്നുമുണ്ട്. അതിൻ്റെ സ്ഥാപക നേതാവ് തോമസ് ജോർജ് എന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന തെറ്റായ ചില ഉപദേശങ്ങളുടെ ഖണ്ഡനമാണ് ഈ പരമ്പര കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തെറ്റായ ഉപദേശം 2 സുവിശേഷങ്ങളുണ്ട് എന്നതാണ്. അപ്പസ്തോലനായ പത്രോസ് പ്രസംഗിച്ചത് ഒരു സുവിശേഷവും അപ്പസ്തോലനായ പൗലോസ് പ്രസംഗിച്ചത് മറ്റൊരു സുവിശേഷവും എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഇംഗ്ലീഷിൽ ദ ഗോസ്പൽ ഓഫ് പീറ്റർ ആൻഡ് ദ ഗോസ്പൽ ഓഫ് പോൾ എന്ന് താൻ തരംതിരിക്കുന്നു. ഇതിനെ ദ ഗോസ്പൽ ഓഫ് കിങ്ഡം ആൻഡ് ദ ഗോസ്പൽ ഓഫ് ഗ്രേസ് എന്നും അദ്ദേഹം വിളിക്കുന്നുണ്ട്. ദ ഗോസ്പൽ ഓഫ് സർക്കംസിഷൻ ആൻഡ് ദ ഗോസ്പൽ ഓഫ് അൺസർക്കംസിഷൻ എന്നും അദ്ദേഹം വിളിക്കുന്നുണ്ട്. ദ ഗോസ്പൽ ഓഫ് സർക്കംസിഷൻ ആൻഡ് ദ ഗോസ്പൽ ഓഫ് അൺസർക്കംസിഷൻ എന്ന തരംതിരിവിന് ആധാരമായി അദ്ദേഹം വയ്ക്കുന്ന വാദം ഗലാത്യർ 2:7 ഇംഗ്ലീഷ് KJV തർജ്ജമയെ ആധാരമാക്കിയിട്ടുള്ളതാണ്. അതിൻ്റെ ഖണ്ഡനം കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. കേട്ടിട്ടില്ലാത്തവർ അത് ആദ്യം കേൾക്കുക. ഇനി രണ്ടാമത്തെ വാദം പരിശോധിക്കാം. രണ്ടാമത്തെ വാദം ഇപ്രകാരമാണ്. ഇതിൽ അദ്ദേഹം പത്രോസ് പ്രവൃത്തിയാലുള്ള രക്ഷയും പൗലോസ് കൃപയാലുള്ള രക്ഷയും പ്രസംഗിച്ചു എന്നാണ് പറയുന്നത്. പത്രോസ് പ്രവൃത്തിയാലുള്ള രക്ഷ പ്രസംഗിച്ചു എന്ന് പറയുമ്പോൾ സ്നാനത്തെ രക്ഷയ്ക്കായുള്ള ഒരു പ്രവൃത്തിയായിട്ടാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൃപയുടെ സുവിശേഷം സ്നാനം ആവശ്യപ്പെടുന്നില്ല എന്നും പഠിപ്പിക്കുന്നത്. എന്നാൽ ഈ വാദങ്ങൾ ശരിയാണോ എന്ന് 2 പടികളായി പരിശോധിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, പത്രോസ് കൃപയാലുള്ള രക്ഷയെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നു. 2, സ്നാനം രക്ഷയ്ക്കായിട്ടുള്ള ഒരു പ്രവൃത്തിയോ എന്ന് പരിശോധിക്കുന്നു. ഇതിൽ രണ്ടാമത്തേത് അടുത്ത വീഡിയോയിൽ ആയിരിക്കും ചർച്ച ചെയ്യുക. പത്രോസ് കൃപയാലുള്ള രക്ഷയെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ടോ എന്നതാണ് ആദ്യത്തെ ചോദ്യം. അതാണ് ഈ വീഡിയോയിലെ പ്രതിപാദ്യ വിഷയം. ഉത്തരം ഉണ്ട് എന്നതാണ്. പത്രോസ് ദൈവകൃപയെക്കുറിച്ച് ചുരുങ്ങിയത് 10 പ്രാവശ്യമെങ്കിലും തൻ്റെ 2 ലേഖനങ്ങളിലുമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 1-ാം ലേഖനത്തിൽ 1-ാം അധ്യായം 2-ാം വാക്യം, 10-ാം വാക്യം, 13-ാം വാക്യം, 3-ാം അധ്യായം 7-ാം വാക്യം, 4-ാം അധ്യായം 10-ാം വാക്യം, 5-ാം അധ്യായം 5, 10, 12 വാക്യങ്ങൾ. ഇങ്ങനെ 8 പ്രാവശ്യവും 2-ാം ലേഖനത്തിൽ 1-ാം അധ്യായം 2-ാം വാക്യം, 3-ാം അധ്യായം 18-ാം വാക്യം, ഇങ്ങനെ 2 പ്രാവശ്യവും പത്രോസ് ദൈവകൃപയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ആ ദൈവകൃപ രക്ഷയുള്ള ബന്ധത്തിലാകുന്നു എന്ന് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. അതിൽ തന്നെ 1-10, 13, 3-7, 5-12 എന്നീ വാക്യങ്ങൾ ഏറെ സ്പഷ്ടമാകുന്നു. ഇനി അവ ഓരോന്നും നമുക്ക് വായിച്ച് പരിശോധിച്ച് നോക്കാം. ഒന്നാമത്തേത് 1-ാം അധ്യായം 2-ാം വാക്യമാണ്. നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ എന്നതാണ് പ്രസക്ത ഭാഗം. പിതാവായ ദൈവത്തിൻ്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വ്രതന്മാരുമായവരാണ്, അഥവാ തിരഞ്ഞെടുക്കപ്പെട്ടവരും ആയവരാണ് അവിടെ പറഞ്ഞിരിക്കുന്ന 5 ഇടങ്ങളിലായി ചിതറിപ്പാർക്കുന്ന വിശ്വാസികൾ. അവരോടാണ് നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ എന്ന് പത്രോസ് അനുഗ്രഹിച്ച് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം അവർക്ക് ഇതിനകം കൃപയും സമാധാനവും ലഭിച്ചിട്ടുണ്ട് എന്നും അവ ഇനിയും വർദ്ധിക്കുമാറാകട്ടെ എന്നുമാണ്. അവരെ കേൾപ്പിച്ച സുവിശേഷം അവരിൽ ദൈവകൃപ പകരുവാനിടയായി. അവർ വിശ്വസിച്ചു. അത് ഇനിയും വർദ്ധിക്കുമാറാകട്ടെ എന്നാണ് താൻ പറഞ്ഞത്. അവരോട് പത്രോസ് പ്രസംഗിച്ചത് കൃപയുടെ സുവിശേഷമാണെന്ന് വ്യക്തമാണ്. എന്നിട്ട് പത്രോസ് പ്രസംഗിച്ചത് കൃപയുടെ സുവിശേഷമല്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാണ്? ഇനി രണ്ടാമത്തെ വചനം, 1-ാം അധ്യായം 10-ാം വാക്യം. നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു. പത്രോസ് ആർക്കെഴുതിയോ ആ വിശ്വാസികളോട് താൻ പറയുകയാണ്, നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവാചകന്മാർ പ്രവചിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന്. മാത്രമല്ല, നിങ്ങൾക്ക് ആ കൃപ മൂലം ലഭിക്കുവാനിരുന്ന രക്ഷയെക്കുറിച്ച് ആ പ്രവാചകന്മാർ ആരാഞ്ഞ് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. ആകയാൽ പത്രോസ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് കൃപയാലുള്ള രക്ഷ സംബന്ധിച്ചായിരുന്നു എന്നത് സുവ്യക്തമാണ്. എന്നിട്ടും പത്രോസ് പ്രസംഗിച്ചത് കൃപയുടെ സുവിശേഷമല്ല എന്ന് പറയുവാൻ സുബോധമുള്ളവർക്കാകുമോ? ഇനി മൂന്നാമത്തെ റെഫറൻസ്
1-ാം അധ്യായം 13-ാമത്തെ വാക്യം. ആകയാൽ നിങ്ങളുടെ മനസ്സുറപ്പിച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവിൻ എന്നാണ് വചനം. യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ അവർക്ക് കൃപ വരുവാനിരിക്കുന്നു. ആ കൃപയെക്കുറിച്ചാണ് പത്രോസ് ഇവിടെ പറഞ്ഞത്. ആ കൃപ അന്ത്യകാലത്തിൽ വെളിപ്പെടുവാനുള്ള രക്ഷയാണെന്ന് 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിനായിട്ടാണ് പ്രത്യാശിച്ചിരിക്കേണ്ടത് എന്ന് 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ സൂചിപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. അന്ത്യകാലത്തിൽ വെളിപ്പെടുവാനുള്ള രക്ഷയാണ് യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ വരുവാനുള്ള കൃപ എന്ന് 1-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പത്രോസ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് കൃപയാലുള്ള രക്ഷയെ സംബന്ധിച്ചായിരുന്നു. അതുകൊണ്ട് താൻ പ്രസംഗിച്ചിരുന്നത് കൃപയുടെ സുവിശേഷമായിരുന്നു എന്ന് വ്യക്തം. ഇനി 4-ാമത്തെ റെഫറൻസ് 3-ാം അധ്യായം 7-ാം വാക്യം. സ്ത്രീജനം ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികൾ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പുരുഷന്മാരായ ദൈവമക്കൾ ജീവന്റെ കൃപയ്ക്ക് അവകാശികളായിരിക്കുന്ന പോലെ സ്ത്രീകളായ ദൈവമക്കളും ജീവന്റെ കൃപയ്ക്ക് അവകാശികളാകുന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവമക്കൾ ജീവനായിട്ടുള്ള പുനരുത്ഥാനം പ്രാപിക്കും എന്നാണ് കർത്താവ് യോഹന്നാൻ 5:29 പഠിപ്പിച്ചിരിക്കുന്നത്. അത് കൃപയാലാണെന്നാണ് പത്രോസ് ഇവിടെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ ജീവന്റെ കൃപ, അതുകൊണ്ടാണ് അതിനെ ജീവന്റെ കൃപ എന്ന് താൻ വിളിക്കുന്നത്. ആകയാൽ പത്രോസ് പ്രസംഗിച്ചത് നിശ്ചയമായും കൃപയുടെ സുവിശേഷം തന്നെയാണ്. ക്രിസ്തു യേശുവിലുള്ള ജീവന്റെ വാഗ്ദാനം സംബന്ധിച്ച് പൗലോസ് 2 തിമോത്തി 1:1 പറയുന്നുണ്ട്. അത് സംബന്ധിച്ച് പൗലോസ് തീത്തോസ് 1:2 പറയുന്നത് സകലകാലത്തിനു മുമ്പേ വാഗ്ദത്തം ചെയ്ത നിത്യജീവൻ എന്നാണ്. നാം അതിൻ്റെ അവകാശിയാകുന്നത് കൃപയാലുള്ള നീതീകരണം വഴിയായിട്ടാണെന്ന് തീത്തോസ് 3:6 പറഞ്ഞിരിക്കുന്നു. ഇതാണല്ലോ ചുരുക്കത്തിൽ ജീവന്റെ കൃപയ്ക്ക് അവകാശികൾ എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത്. ആകയാൽ അവർ ഇരുവരും പഠിപ്പിക്കുന്നത് ഒന്നാണ്. പിന്നെ 2 സുവിശേഷമാകുന്നത് എങ്ങനെയാണ്? ഒരിക്കലും ആകയില്ല. 5-ാമത്തെ റെഫറൻസ് 4-ാം അധ്യായം 10-ാം വാക്യം. ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗൃഹവിചാരകന്മാരായി അതിനെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പൻ എന്നാണ് അവൻ. ഓരോരുത്തരും വരം ലഭിക്കുമ്പോൾ വിവിധമായുള്ള ദൈവകൃപ ലഭിക്കുന്നു. ആ ദൈവകൃപയുടെ നല്ല ഗൃഹവിചാരകന്മാരായി അതിനെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പൻ എന്നാണ് വചനം. ഗൃഹവിചാരകന്മാർ തക്ക സമയത്ത് ഗൃഹത്തിലെ അംഗങ്ങൾക്ക് അവരുടെ ആഹാരവിഹിതം നൽകുന്നവരാണ്. ഇവിടെ ആ ആഹാരവിഹിതം വിവിധമായ ദൈവകൃപയാണ്. പത്രോസ് അപ്പസ്തോലന്റെ മേൽനോട്ടത്തിലിരുന്ന സഭകളിൽ വിവിധമായുള്ള ദൈവകൃപയുടെ ഗൃഹവിചാരകത്വം നടക്കണമെന്ന് താൻ പഠിപ്പിച്ചുവെങ്കിൽ താൻ പഠിപ്പിച്ചത് ദൈവകൃപയുടെ സുവിശേഷമല്ലാതെ പിന്നെ മറ്റെന്താണ്? ഇനി 6-ാമത്തെ റെഫറൻസ് 5-ാം അധ്യായം 5-ാം വാക്യം. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു എന്നാണ് പ്രസക്ത ഭാഗത്തിന്റെ വായന. ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവിൻ, എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവിൻ എന്നീ ബുദ്ധിയുപദേശങ്ങൾ സഭയിലെ ഇളയവർക്ക് നൽകിയ പശ്ചാത്തലത്തിൽ അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന ന്യായമാണ് ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു എന്ന വാക്കുകളിലൂടെ വ്യക്തമാക്കിയത്. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു എന്നത് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത സ്വഭാവമാണ്. നിഗളിച്ചിട്ടാണ് പിശാചിന് ശിക്ഷാവിധി വന്നത്. അതുകൊണ്ട് മനുഷ്യ സൃഷ്ടിക്കും മുമ്പും ദൈവത്തിന്റെ സ്വഭാവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്ന സ്വഭാവമായിരുന്നു എന്നതിന് തെളിവാണ്. താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നത് അവരെ ഉയർത്തുവാനാണ്. കൃപയാൽ മാത്രമേ ദൈവസഭയിൽ ആരുടെയും ഉയർച്ച സംഭവിക്കുകയുള്ളൂ. എങ്കിൽ പത്രോസ് പഠിപ്പിച്ചത് കൃപയുടെ സുവിശേഷമല്ലാതെ മറ്റെന്താണ്? ലൂക്കോസ് 18-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ തന്നെത്താൻ താഴ്ത്തിയ ചുങ്കക്കാരനാണ് നീതീകരിക്കപ്പെട്ടവനായി തിരിച്ചുപോയത്. അവനാണ് കൃപയാലുള്ള നീതീകരണം ലഭിച്ചത്. ദൈവാലയത്തിൽ വെച്ചാണ് ദൈവം ആ നീതീകരണം നൽകിയത് എന്നത് പ്രസ്താവ്യമാണ്. പഴയ നിയമകാലത്തും കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലത്തും നീതീകരണം കൃപയാലായിരുന്നു എന്നതിൻ്റെ തെളിവാണ് അത്. ഇനി 7-ാമത്തെ റെഫറൻസ് 5-ാം അധ്യായം 10-ാം വാക്യം. അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കുമെന്നാണ് വചനം.
ദ ഗോഡ് ഓഫ് ഓൾ ഗ്രേസ് എന്നാണ് സർവകൃപാലുവായ ദൈവം എന്ന സ്ഥാനത്ത് ഇംഗ്ലീഷിലുള്ളത്. എല്ലാ കൃപയുടെയും ദൈവം എന്നാണ് അതിനർത്ഥം. യഥാസ്ഥാനപ്പെടുത്തുവാനും ഉറപ്പിക്കുവാനും ശക്തീകരിക്കുവാനും വിവിധമായ കൃപകൾ ആവശ്യമുണ്ട്. അതെല്ലാം ഉള്ളവനാണ് ദൈവം. അതെല്ലാം ദൈവം നമ്മെ യഥാസ്ഥാനപ്പെടുത്തുവാനും ഉറപ്പിക്കുവാനും ശക്തീകരിക്കുവാനും ഉപയോഗിക്കുവാൻ ദൈവം ശക്തൻ എന്നാണ് വചനം പറയുന്നത്. സഭയിലെ ഓരോ വ്യക്തിയും യഥാസ്ഥാനപ്പെടുന്നതും ഉറച്ചു നിൽക്കുന്നതും ശക്തിപ്പെടുന്നതും എല്ലാം ദൈവകൃപയാലാണെന്ന് പത്രോസ് പഠിപ്പിച്ചുവെങ്കിൽ അത് കൃപയുടെ സുവിശേഷമല്ലാതെ മറ്റെന്താണ്? ഇനി 8ാമത്തെ റെഫറൻസ് 5-ാം അധ്യായം 12-ാം വാക്യം. അതിൽ പത്രോസ് പറയുന്നു, നിങ്ങളെ പ്രബോധിപ്പിച്ചും നിങ്ങൾ ഈ നിൽക്കുന്നത് ദൈവത്തിന്റെ സത്യകൃപയിലാകുന്നു എന്ന് സാക്ഷീകരിച്ചും കൊണ്ട് എന്ന്. പത്രോസ് പറയുകയാണ്, പൊന്തോസിലും ഗലാത്തിയിലും കപ്പദോക്യയിലും ആസിയയിലും ബിഥുവിനിയയിലും ചെറിപ്പാർക്കുന്ന പ്രിയ ദൈവമക്കളെ, നിങ്ങൾ ഈ നിൽക്കുന്നത് ദൈവത്തിന്റെ സത്യകൃപയിലാകുന്നു എന്ന് ഞാൻ സാക്ഷീകരിക്കുന്നു എന്ന്. അങ്ങനെ താൻ സാക്ഷീകരിക്കുന്നുവെങ്കിൽ താൻ പ്രസംഗിച്ചത് കൃപയുടെ സുവിശേഷമല്ലാതെ മറ്റെന്താണ്? ആ സുവിശേഷ മുഖാന്തരം അവർ കൃപയിലേക്ക് പ്രവേശിച്ചു, അതിൽ നിൽക്കുന്നു. ഇത് തന്നെയല്ലേ പൗലോസ് റോമർ 5:2 പഠിപ്പിച്ചത്? നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു എന്നിങ്ങനെ ആണല്ലോ അവിടെ പറയുന്നത്. ഇങ്ങനെ അവർ രണ്ടുപേരും കൃപയാലുള്ള രക്ഷയെ പ്രസംഗിച്ചു എന്നതിന് ഇതിലും വലിയ തെളിവ് വേണോ? വേണ്ടല്ലോ. ഇനി 9ാമത്തെ വചനം, 2 പത്രോസ് 1:2. ദൈവത്തിൻ്റെയും നമ്മുടെ കർത്താവായ യേശുവിൻ്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ എന്നാണ് വായന. ദൈവത്തിൻ്റെയും നമ്മുടെ കർത്താവായ യേശുവിൻ്റെയും പരിജ്ഞാനത്തിൽ കൃപയും സമാധാനവും വർദ്ധിക്കണം എന്നാണ് വിവക്ഷ. അതിൻ്റെ അർത്ഥം അവർക്ക് ഇതിനകം കൃപയും സമാധാനവും ലഭിച്ചിട്ടുണ്ടെന്നും അവ ഇനിയും വർദ്ധിക്കുമാറാകട്ടെ എന്നുമാണ്. അവരെ കേൾപ്പിച്ച സുവിശേഷം ദൈവത്തിൻ്റെയും നമ്മുടെ കർത്താവായ യേശുവിൻ്റെയും പരിജ്ഞാനത്താൽ അവരിൽ ദൈവകൃപ പകരുവാൻ ഇടയാക്കി. അത് ഇനിയും വർദ്ധിക്കട്ടെ എന്നാണ് താൻ പറഞ്ഞത്. ആകയാൽ അവരോട് പ്രസംഗിച്ചത് കൃപയുടെ സുവിശേഷമാണെന്നതിന് കൂടുതലൊന്നും പറയേണ്ടതില്ലല്ലോ. ഇനി 10ാമത്തെ റെഫറൻസ് 2 പത്രോസ് 3:18. കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ വളരുവൻ എന്നാണ് വായന. ഇതിനകം അവർക്ക് സുവിശേഷത്തിന്റെ കേൾവിയാൽ കൃപ ലഭിച്ചിട്ടുണ്ട് എന്നും ഇനി അതിൽ വളരണമെന്നുമാണ് പത്രോസ് പറയുന്നത്. പത്രോസ് കൃപയുടെ സുവിശേഷമാണ് പ്രസംഗിച്ചത് എന്നതിനുള്ള തെളിവാണ് ഈ 10 വചനങ്ങൾ. കൃപയുടെ സുവിശേഷമല്ല പത്രോസ് പ്രസംഗിച്ചതെങ്കിൽ ഈ 10 പ്രാവശ്യം കൃപയെക്കുറിച്ച് താൻ എന്തിനാ പറയുന്നത്? അതുകൊണ്ട് പത്രോസും പൗലോസും പ്രസംഗിച്ചത് കൃപയുടെ സുവിശേഷം തന്നെയാണ് എന്ന് സാമാന്യ ബോധമുള്ളവർക്ക് ഗ്രഹിക്കാവുന്നതേ ഉള്ളൂ. ആകയാൽ ശ്രീമാൻ തോമസ് ജോർജ് വചനം നന്നായി പഠിക്കണം. വല്ലവരിൽ നിന്നും വല്ലതും പഠിച്ച് വിളമ്പി വഴിതെറ്റിക്കരുത്. വഴി തെറ്റിക്കുന്നതിന് ശിക്ഷയുണ്ടെന്ന് ഓർക്കുക. താങ്കൾ പറയുന്നത് പൗലോസിന്റെ ശുശ്രൂഷയോടെയാണ് കൃപയുടെ സുവിശേഷം പ്രസംഗിക്കുവാൻ തുടങ്ങിയതെന്നാണ്. അതങ്ങനെയല്ല എന്നതിന് തെളിവുകൾ ഇനി തരാം. 1 അപ്പസ്തോല പ്രവൃത്തികൾ 4:33. അപ്പസ്തോലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. അതായത് മഹാശക്തിയോടെ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറയുവാൻ അപ്പസ്തോലന്മാർക്ക് എല്ലാവർക്കും ധാരാളം കൃപയുടെ ആവശ്യമുണ്ടായിരുന്നു, ധാരാളം കൃപ ലഭിച്ചുമിരുന്നു എന്നാണ് ലൂക്കോസ് സാക്ഷ്യപ്പെടുത്തുന്നത്. പ്രവൃത്തിയുടെ സുവിശേഷമാണ് അവർ പ്രസംഗിച്ചിരുന്നതെങ്കിൽ അവർക്ക് കൃപയുടെ ആവശ്യം എന്തായിരുന്നു? ആകയാൽ പത്രോസും കൂട്ടരും പ്രസംഗിച്ചത് നിശ്ചയമായും കൃപയുടെ സുവിശേഷം തന്നെ. 2ാമത്തെ വചനം അപ്പോസ്തല പ്രവൃത്തികൾ 11:23. അവൻ ചെന്ന് ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. ആരാണ് ചെന്ന് കണ്ടത്? ബർണ്ണബാസ്. എന്താണ് താൻ കണ്ട ദൈവകൃപ? ആത്മാക്കൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് അത്. ആത്മാക്കൾ രക്ഷിക്കപ്പെടുന്നത് ദൈവകൃപയുടെ പ്രവർത്തനമാണെന്നാണ് അവിടെ പരോക്ഷമായി പറഞ്ഞിരിക്കുന്നത്. അത് പൗലോസിന്റെ ശുശ്രൂഷയാൽ സംഭവിച്ചത് അല്ലായിരുന്നു. യെരുശലേമിൽ നിന്ന് പീഡനം നിമിത്തം ചിതറിപ്പോയ യഹൂദന്മാർ സുവിശേഷം അറിയിച്ചിട്ട് സംഭവിച്ചതാണ് ഈ കാര്യം. ആത്മാക്കൾ രക്ഷിക്കപ്പെട്ടത് ദൈവകൃപയാലാണെങ്കിൽ സുവിശേഷം കൃപയുടെ സുവിശേഷം അല്ലാതെ പിന്നെന്താണ്?
ബർന്നബാസിനെ അവിടേക്ക് അയച്ചത് പത്രോസ് അടങ്ങുന്ന യെരുശലേമിലെ സഭയായിരുന്നു. ആകയാൽ പത്രോസിന്റെയും യെരുശലേം സഭയുടെ കാഴ്ചപ്പാട് തന്നെയല്ലേ ബർന്നബാസിനുണ്ടായിരുന്നത്? തീർച്ചയായിട്ടും അതെ. പിന്നീട് പൗലോസിനെ അങ്ങോട്ട് വിളിച്ചു വരുത്തുന്നത് ബർന്നബാസിന്റെയും പൗലോസിന്റെയും ഒരേ സുവിശേഷമായിരുന്നത് കൊണ്ടാണ്, കൃപയുടെ സുവിശേഷമായിരുന്നുകൊണ്ടാണ്. അതുകൊണ്ട് തോമസ് ജോർജ് അദ്ദേഹം വിശ്വാസികളെ പറഞ്ഞു പറ്റിക്കുന്നത് ഇനിയെങ്കിലും നിർത്തുക. ഇനി മൂന്നാമത്തെ വചനം, അപ്പസ്തോല പ്രവൃത്തികൾ 15:11. കർത്താവായ യേശുവിന്റെ കൃപയാൽ രക്ഷ പ്രാപിക്കും എന്ന് നാം വിശ്വസിക്കുന്നത് പോലെ അവരും വിശ്വസിക്കുന്നു. അപ്പസ്തോലനായ പത്രോസിന്റെ വാക്കുകളാണ് ഇത്. പത്രോസ് പ്രസംഗിച്ച സുവിശേഷവും പൗലോസ് പ്രസംഗിച്ച സുവിശേഷവും കൃപയുടെ സുവിശേഷമായിരുന്നു എന്നതിനുള്ള എത്രയും വ്യക്തമായ തെളിവാണ് ഇത്. ഇനി താൻ പറയുന്നതിന്റെ അർത്ഥം എന്താ? കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയാൽ രക്ഷ പ്രാപിക്കും എന്ന് നാം യഹൂദന്മാർ വിശ്വസിക്കുന്നത് പോലെ അവരും ജാതികളിൽ നിന്നുള്ളവരും വിശ്വസിക്കുന്നു എന്നാണ് അപ്പസ്തോലനായ പത്രോസ് പറഞ്ഞത്. അപ്പോൾ യഹൂദന്മാർക്കുള്ള സുവിശേഷവും ജാതികൾക്കുള്ള സുവിശേഷം ഒന്ന് തന്നെയല്ലേ? കൃപയാലുള്ള രക്ഷയല്ലേ അവിടുത്തെ വിഷയം? കൃപയുടെ സുവിശേഷം തന്നെയല്ലേ? ഇത് വളരെ വ്യക്തമായ ഒരു സത്യമാണ്. കർത്താവായ യേശുവിന്റെ കൃപയാൽ രക്ഷ പ്രാപിക്കും എന്ന് നാം യഹൂദന്മാർ വിശ്വസിക്കുന്ന പോലെ ജാതികളായ അവരും വിശ്വസിക്കുന്നു എന്നാണ് പത്രോസ് പറഞ്ഞത് എന്ന് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഇത് പറയുന്നതിന് മുമ്പായി പത്രോസ് പറഞ്ഞു, സഹോദരന്മാരെ, കുറെ നാൾ മുമ്പേ ദൈവം നിങ്ങളിൽ വെച്ച് ഞാൻ മുഖാന്തരം ജാതികൾ സുവിശേഷം കേട്ട് വിശ്വസിക്കണം എന്ന് നിശ്ചയിച്ചത് നിങ്ങൾ അറിയുന്നുവല്ലോ. ഹൃദയങ്ങളെ അറിയുന്ന ദൈവം നമുക്ക് തന്നതുപോലെ അവർക്കും പരിശുദ്ധാത്മാവിനെ കൊടുത്തുകൊണ്ട് സാക്ഷി നിന്ന് വിശ്വാസത്താൽ അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചതിനാൽ നമുക്കും അവർക്കും തമ്മിൽ ഒരു വ്യത്യാസവും വെച്ചിട്ടില്ല. കൊർന്നല്യോസിന്റെ ഭവനത്തിൽ സുവിശേഷം അറിയിച്ച സംഭവമാണ് പത്രോസ് ഓർമ്മിപ്പിക്കുന്നത്. താൻ പറയുന്നത് ദൈവം യഹൂദന്മാർക്ക് കൊടുത്തതുപോലെ ജാതികൾക്കും പരിശുദ്ധാത്മാവിനെ കൊടുത്തു എന്നാണ്. അങ്ങനെ കൊടുത്തത് ദൈവത്തിന്റെ ഒരു സാക്ഷ്യമായിരുന്നു എന്നാണ്. ആ സാക്ഷ്യമോ ദൈവം വിശ്വാസത്താൽ ജാതികളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചു എന്നായിരുന്നു. യഹൂദന്മാരുടെ ഹൃദയവും വിശ്വാസത്താൽ ശുദ്ധീകരിച്ചതുപോലെ ജാതികളുടെ ഹൃദയവും വിശ്വാസത്താൽ ശുദ്ധീകരിച്ചു എന്നതായിരുന്നു അവിടെ പറഞ്ഞിരിക്കുന്നത്. വിശ്വാസത്താൽ ജാതികളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചു എന്ന് വെച്ചാൽ കൃപയാൽ ശുദ്ധീകരിച്ചു എന്നാണ്. അങ്ങനെ തന്നെയാണ് യഹൂദന്മാരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചത്. ആ സാക്ഷ്യം തുടർന്ന് പറയുന്നത് ദൈവം യഹൂദന്മാർക്കും ജാതികൾക്കും തമ്മിൽ ഒരു വ്യത്യാസവും വെച്ചിട്ടില്ല എന്നാണ്. അവർക്ക് ഇരുവർക്കും രക്ഷയ്ക്കായിട്ട് ഒരു പ്രമാണമാണുള്ളത്, ഒരു സുവിശേഷം മാത്രമാണുള്ളത് എന്നാണ് അതിൻ്റെ അർത്ഥം. അതാണ് കൃപയുടെ സുവിശേഷം. അതാണ് കർത്താവും പത്രോസും പൗലോസും പ്രസംഗിച്ചത്. മേൽ പറഞ്ഞ 3 വചനഭാഗങ്ങളടക്കം മൊത്തം 13 വചനങ്ങളും പത്രോസിന്റെ സുവിശേഷം കൃപയുടെ സുവിശേഷമായിരുന്നു എന്നതിനുള്ള തെളിവുകളാണ്. ഇതുകൂടാതെ സുവിശേഷത്തിൽ നിന്ന് ആ ചുങ്കക്കാരൻ മാനസാന്തരപ്പെടുന്നതിന്റെ ഉദാഹരണവും ഞാൻ പറഞ്ഞുവല്ലോ. ഇനി കർത്താവും കൃപയുടെ സുവിശേഷമാണ് പ്രസംഗിച്ചത് എന്നുള്ളതിനുള്ള ചില തെളിവുകൾ. നമ്മുടെ കർത്താവിനെ കുറിച്ച് യോഹന്നാൻ സാക്ഷിക്കുന്നത് അവിടുന്ന് കൃപയും സത്യവും നിറഞ്ഞവനെന്നാണ്. അതുകൂടാതെ അവന്റെ നിറവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു എന്നും കർത്താവ് പറയുന്നുണ്ട്. ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശു ക്രിസ്തു മുഖാന്തരം വന്നു എന്നും യോഹന്നാൻ പറയുന്നുണ്ട്. അവന്റെ നിറവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ കാരണം ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു. പക്ഷെ മോശ മുഖാന്തരം ന്യായപ്രമാണം അനുസരിക്കുവാനുള്ള കൃപയൊന്നും ലഭിച്ചിരുന്നില്ല. കൃപയും സത്യവും യേശു ക്രിസ്തു മുഖാന്തരം വന്നു എന്നതാണ് അതിന്റെ കാരണമെന്നാണ് യോഹന്നാൻ സാക്ഷിക്കുന്നത്. അതിൽ നിന്ന് തന്നെ യേശു ക്രിസ്തു കൃപയുടെ സുവിശേഷമാണ് പ്രസംഗിച്ചത്, പ്രഘോഷിച്ചത് എന്ന് വ്യക്തമാണ്. ന്യായപ്രമാണവും അതിൻ്റെ പ്രവൃത്തികളും മോശ മുഖാന്തരം ലഭിച്ചു. അതിൽ നീതി നിറവേറ്റുവാനുള്ള ശക്തി ജഡത്തിന്റെ ബലഹീനത നിമിത്തം മനുഷ്യനുണ്ടായിരുന്നില്ല എന്ന് റോമാലേഖനം 8 ആദ്യത്തെ വാക്യങ്ങളിൽ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല എന്ന് റോമർ 3:20 പ്രസ്താവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ലോക ആരംഭം മുതൽ ഇന്ന് വരെയുള്ള ഒരു കാലത്തും പ്രവൃത്തി രക്ഷയ്ക്ക് മാനദണ്ഡമായിരുന്നില്ല. കൃപയാൽ വിശ്വാസം മൂലമുള്ള നീതീകരണ മാർഗം മാത്രമേ ഏത് കാലത്തും ഉണ്ടായിരുന്നുള്ളൂ. ഹാബേൽ
വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവനാണ്. എബ്രാഹാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവനാണ്. നോഹ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവനാണ്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ മോശയും, അങ്ങനെ മറ്റ് അനേകരും. ഇതാണ് എബ്രായ ലേഖനം നൽകുന്ന സാക്ഷ്യം. ഇതാണ് റോമർ 3-4 അധ്യായങ്ങളിൽ പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് കൃപയുടെ സുവിശേഷത്തെ നിത്യസുവിശേഷം എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ വിളിച്ചിരിക്കുന്നത്. ഇത് പിന്നീട് വിശദീകരിക്കുന്നതാണ്. ആകയാൽ കേരളക്കരയിലെ ദൈവജനമേ സൂക്ഷിക്കുക, വഞ്ചിക്കപ്പെടരുത്. ശ്രീമാൻ തോമസ് ജോർജ് സ്വയം വഞ്ചിക്കപ്പെട്ടവനാണ്. അദ്ദേഹത്തിൻ്റെ വലയിൽ അകപ്പെട്ട് നിങ്ങൾ വഞ്ചിക്കപ്പെട്ടവരായിട്ട് തീരരുത്. ഇനി അതിൽ പെട്ടിരിക്കുന്നവരെ ദൈവവചനം മനസ്സിലാക്കി സധൈര്യം പുറത്തു വരിക. സത്യത്തിന് കീഴ്പ്പെട്ടിരിക്കുക, സത്യത്തിന് സാക്ഷികളായിരിക്കുക. ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ, അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.